ആദ്യമേ ഇപ്പോൾ വരുമ്പോൾ ഇതിനകത്ത് തന്നെയാണ്. സന്ധ്യയും ബിജു ഇതിനകത്താണ്, അകത്ത് പെട്ട് കിടക്കുകയായിരുന്നു. അവർ സംഗതി ഇവിടുന്ന് മാറ്റിയതായിരുന്നു. തൊട്ടടുത്ത വീട് അവർ തറവാട് വീടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് മാറിക്കൊള്ളാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ സമയത്ത് ഇത് ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവിടെ കുടുങ്ങിപ്പോയതാണ്. അവിടെ കുടുങ്ങിപ്പോയി, വീടിനകത്ത് കുടുങ്ങിപ്പോയി. ഇവിടെ മൊത്തത്തിൽ എത്ര വീട്ടുകാർ അങ്ങനെ ഉണ്ടെന്ന്? ഇപ്പോൾ അവിടെ ബിജുവിൻ്റെ തൊട്ടുമേളിൽ വേറൊരു വീടുണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ട് ഇങ്ങ് പോന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു 7ഓളം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് 7ഓളം വീടുകളുണ്ട്. അത് മണ്ണിനടിയിലാണ്. അതായത് ഇവിടെ ഒരു 8-9 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു. അതെ, പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. നേരത്തെ ഈ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റിൻ്റെ അകത്ത് ആദ്യം കുറേ അസ്വാഭാവികതയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്തരം അശാസ്ത്രീയതയാണോ ഇതിന് കാരണം തോന്നുന്നത്? അശാസ്ത്രീയതയുണ്ട്. കാരണം മണ്ണ് ഭയങ്കര ഹൈറ്റിലാണ് മണ്ണ് എടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ആ മണ്ണെടുത്ത് മാറ്റിയെങ്കിൽ തൊട്ടപ്പുറത്ത് കുറേയും കൂടെ ഒരു 10-15 മീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ഈ ഗർത്തം രൂപപ്പെട്ടത്. അത് ഒരു 80 മീറ്ററോളം നീളത്തിൽ ഈ ഭൂമി വിണ്ട് കീറി നിൽക്കുക. ഇപ്പോഴും മഴ പെയ്താൽ അപകടകരമായ സാഹചര്യമാണ് നിൽക്കുന്നത്. കാരണം അതിനിപ്പുറത്ത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ പോന്നിട്ടുള്ളൂ. അതിനിപ്പുറത്തേക്ക് ഒരു 80 മീറ്ററോളം മണ്ണ് ഇപ്പോഴും വിണ്ട് നിൽക്കുക. ഇവിടെ തീരെ സേഫ് അല്ല സത്യത്തിൽ. ഒരിക്കലും സേഫ് അല്ല, ഒരിക്കലും സേഫ് അല്ല. ആകെ മൊത്തം ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയാ? അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ വളരെ കുഴപ്പമില്ലാത്ത സാഹചര്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് അവരവിടെ നിർത്തിയത്. പക്ഷേ ഇനി അവർ സേഫ് അല്ലാത്തൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. അവരെ മാറ്റാനുള്ള സൗകര്യങ്ങൾ സ്കൂളിൽ തന്നെയാണ്? സ്കൂളിലുണ്ട്, സൗകര്യം. ഇന്ന് തന്നെ മാറ്റുമോ അതോ ഇനിയിപ്പോൾ ഇന്ന് തന്നെ മാറ്റുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ.